അതുപോലെ നമ്മളുടെ ഈ പവർ ക്വറി എഡിറ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഫോർമുല ബാർ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഫോർമുല ബാർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഹെഡേഴ്സും ഡാറ്റ ടൈപ്പും അവിടെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് കൂടാതെ നമുക്ക് ഈ ഫോർമുല ബാറിൽ വന്ന് സിൻടാക്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ഈ അപ്ലൈഡ് സ്റ്റെപ്സിൽ ചേഞ്ച് ചെയ്യുന്ന എല്ലാം ഇവിടെ നമുക്ക് ഫോർമുല ബാറിലും നമുക്ക് അവിടെ കാണാൻ പറ്റും. കോഡ് റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഫോർമുല ബാർ. ഇവിടെ നമുക്ക് ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിനാണ് നമ്മള്, അല്ലെങ്കിൽ എന്താ നമ്മള് ഈ അപ്ലൈഡ് സ്റ്റെപ്സിൽ വരുത്തുന്ന മാറ്റങ്ങള് ടൂൾസ് യൂസ് ചെയ്യാതെ, ഈ ടാബ്സ് യൂസ് ചെയ്യാതെ നമുക്ക് ഫോർമുല ബാറിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർമുല ബാർ യൂസ് ചെയ്തിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ ടേബിൾസും എടുത്ത് നോക്കാം. ഓരോ ടേബിൾസിലും എന്തൊക്കെ വാല്യൂസ് വരുന്നുണ്ട്, എത്ര കോളംസ് വരുന്നുണ്ട്, എന്തൊക്കെയാണ് പറയുന്നത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഇത് എത്ര ടേബിൾസ് ഉണ്ട്? 10 ടേബിൾസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കലണ്ടർ ലുക്കപ്പ്, അതിലെന്താ ഡേറ്റ് മാത്രമാണ് വരുന്നത്. നെക്സ്റ്റ് കസ്റ്റമർ ലുക്കപ്പ് എടുത്ത് നോക്കാം, അതിൽ ഏതൊക്കെ കോളംസ് വരുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അങ്ങനെ ഓരോ ടേബിൾസും നമ്മൾ നോക്കാം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ടേബിൾസിനെ പറ്റി ബേസിക് നോളജ് കിട്ടിയാലല്ലേ നമുക്ക് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടേബിൾസ് ഡീറ്റെയിൽ ആയിട്ടും നോക്കാം, അതിൽ എന്തൊക്കെ കോളംസ്, എന്തൊക്കെ വാല്യൂസ് വരുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഈ പവർ ക്വറി എഡിറ്ററിൽ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന കുറച്ച് ടാബ്സ് ആണ്. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് ഹോം എന്ന് പറയുന്ന ടാബ്. അതെന്താ ഹോം എന്ന് പറയുന്നത്? എന്താ ഒരു ജനറൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു കോമൺ ടേബിൾ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് അടങ്ങിയിരിക്കുന്ന ഒരു ടാബാണ് ഹോം എന്ന് പറയുന്നത്. ഇതില് നമ്മൾ ഓൾറെഡി ന്യൂസ് സോഴ്സ് പരിചയപ്പെട്ടായിരുന്നു. ബാക്ക് എൻഡിൽ നിന്ന് ഒരു ഡാറ്റയെ കണക്ട് ചെയ്യുക, അതിനാണ് നമ്മൾ ന്യൂസ് സോഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടും വരുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പം ഓക്കെ, ഞാനിവിടെ റിട്ടേൺസ് ഡാറ്റ അല്ലെങ്കിൽ വേണ്ട സെയിൽസ് ഡാറ്റ എടുത്തിരിക്കുകയാണ്. ഇതില് ഇപ്പൊ ചൂസ് കോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മളുടെ ഡാറ്റയിൽ, നമ്മളുടെ ടേബിളിൽ ഒരു പെർട്ടിക്കുലർ കോളം നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂസ് കോളത്തിലാണ് സെലക്ട് ചെയ്യുക. ഗോ ടു കോളം എടുക്കാം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ടേബിളിലുള്ള എല്ലാ കോളംസും നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കോളം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഈ ടേബിളിൽ അവിടെ സെലക്ട് ആയി വരും. ഓക്കെ, പിന്നെ റിമൂവ് കോളംസ് ആണെങ്കിൽ എന്താ, നമുക്ക് ഒരു പെർട്ടിക്കുലർ കോളം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. കീപ് റോസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ആദ്യത്തെ 10 റോസ് മാത്രം മതി, ബാക്കി എല്ലാം കളയണമെന്നുണ്ടെങ്കിൽ കീപ് റോസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ റിമൂവ് റോസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ, സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ ഓരോ ടാബിന്റെ അടിയിലും, ഈ ഹോം എന്ന് പറയുന്ന ടാബിന്റെ അടിയിൽ വരുന്ന റിബൺസ് ആണ് ഇതൊക്കെ. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, ഇതൊക്കെ ഓരോ ഗ്രൂപ്പാണ്. ന്യൂ ക്വറി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇൻക്ലൂഡിംഗ് ആണ് ഈ മൂന്ന് ഫങ്ഷൻസ്. അതുപോലെ ഡാറ്റ സോഴ്സ്, പാരാമീറ്റേഴ്സ്, ക്വറി, മാനേജ് കോളംസ്, റെഡ്യൂസ് റോസ്, സോർട്ട്, ട്രാൻസ്ഫർ, ഇങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഓരോ ഫങ്ഷൻസ്. ഇതാണ് ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ താഴെയുള്ളത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പം എനിക്ക് ഈ കാറ്റഗറി നെയിമിന് ആൽഫബറ്റിക് ഓർഡറിൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ E to Z യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ, എനിക്ക് ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ കാണാം. അതുപോലെ എന്താ, ഡാറ്റ ടൈപ്പ് മാറ്റാം. ഫസ്റ്റ് റോവിനെ നമുക്ക് ഹെഡേഴ്സ് ആയിട്ട് മാറ്റാം. അതുപോലെ മെർജ് ചെയ്യാം, അപ്പൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹോം എന്ന് പറയുന്ന ടാബ് യൂസ് ചെയ്തിട്ടാണ്.